ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സനാsedutips. എക്സാം എല്ലാം അടുത്തെത്താറായില്ല, അപ്പോൾ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാം ബൂസ്റ്റർ സെഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 200+ ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. 2 മോഡൽ എക്സാംസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇനി നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ സെഷൻസ് എല്ലാം കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുക, കാണുക കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഒരു ക്വിക്ക് റിവിഷൻ ആണ് കേട്ടോ. അതായത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനും അതുപോലെ തന്നെ NCFമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും നമുക്കൊരു ടോപ്പിക്കും നമുക്കൊന്ന് പഠിച്ചു പോകാം. എക്സാം സ്പെഷ്യൽ ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. ഇവിടെ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യും, ടോപ്പിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ? അലൻ ബ്ലൂം, ഒവൈഡ് ഡെ ക്രോളി, ജോൺ ഡ്യൂയി, വൈഗോട്സ്കി. ആൻസർ എന്ന് പറയുന്നത് ഫാദർ ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഓപ്ഷൻ ബി ആണ്, ഒവൈഡ് ഡെ ക്രോളി ആണ് കേട്ടോ. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലെല്ലാം നമുക്ക് ചോദിക്കാറുള്ളതാണ്. ഇതിൻ്റെ പ്രിൻസിപ്പിൾസും ഇതിൻ്റെ എയിംസ് എല്ലാം തന്നെ നമുക്ക് എക്സാമിന് മുമ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്കൊന്ന് പഠിക്കാം. ഫസ്റ്റ് നോക്കാം. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഈസ് എ ന്യൂ അപ്രോച്ച് ടുവേർഡ്സ് എഡ്യൂക്കേറ്റിംഗ് ദ ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റി ആൻഡ് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് വിത്ത് ദാറ്റ് ഓഫ് നോർമൽ വൺസ് വിത്തിൻ ദ സെയിം റൂഫ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളെയും അല്ലെങ്കിൽ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉള്ള കുട്ടികളും നോർമലായിട്ട് നമ്മുടെ കുട്ടികളും എല്ലാവരും തന്നെ ഒരുമിപ്പിച്ച് അല്ലെങ്കിൽ എല്ലാവരും ഒരു കുടക്കീഴിൽ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റിയും ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവർ എല്ലാവരെയും തന്നെ വിത്ത് ദാറ്റ് ഓഫ് എ നോർമൽ വൺസ്, നോർമൽ കുട്ടികളുടെ കൂടെ അവരെയും ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെയും ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉള്ള കുട്ടികളെ എല്ലാം ഒരുമിച്ച് കൊണ്ട് അവരെ ഒരു എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയാണ് നമ്മുടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉള്ള കുട്ടികൾക്ക് അവർക്ക് ഒരു സ്പെഷ്യൽ അറ്റൻഷൻ വേണം അല്ലേ? അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള സെറ്റപ്പുകൾ എല്ലാം തന്നെ ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ സെറ്റപ്പിൽ ഉണ്ടാവും കേട്ടോ. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കാഴ്ചക്കുറവുള്ള കുട്ടികൾ അല്ലെങ്കിൽ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടികളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാൻ ബ്രെയിലി സിസ്റ്റം ഉണ്ടാകും. അതുപോലെ തന്നെ അവർക്ക് റിയൽ ഹാൻഡ് എക്സ്പീരിയൻസ് ടച്ച് ചെയ്ത് പഠിക്കാനുള്ള കാര്യങ്ങൾക്കുള്ള പ്രൊവിഷൻസ് എല്ലാം തന്നെ അവിടെ ഉണ്ടാകും. ഇനി ഫിസിക്കലി എന്തെങ്കിലും പ്രോബ്ലം ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് വീൽ ചെയേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ അതായത് വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ആണെങ്കിൽ അതിനനുസരിച്ച് അവർക്ക് എന്താണോ അവരുടെ പ്രശ്നം അതും സോൾവ് ചെയ്തുകൊണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ നീഡ്സ് എല്ലാം ഫുൾഫിൽ ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന് ഇൻക്ലൂഷൻ എന്നും പറയാറുണ്ട് കേട്ടോ. ഓക്കെ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഈസ് ഓൾസോ കോൾഡ് ഇൻക്ലൂഷൻ. ഇൻക്ലൂഷൻ ഈസ് എഡ്യൂക്കേഷൻ ദാറ്റ് ഇൻക്ലൂഡ്സ് എവരി വൺ. ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്താ അവിടെ ഇൻക്ലൂഡ് ആവുന്നുണ്ട്, ആരെയെല്ലാം, എല്ലാവരെയും. എഡ്യൂക്കേഷൻ ദാറ്റ് പ്രൊവൈഡ്സ് അല്ലെങ്കിൽ ദാറ്റ് ഇൻക്ലൂഡ്സ് എവരി വൺ, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു എഡ്യൂക്കേഷൻ രീതിയാണ് ഇവിടെ. ദാറ്റ് മീൻസ് വിത്ത് നോൺ ഡിസേബിൾഡ് ആൻഡ് ഡിസേബിൾഡ് പീപ്പിൾ. അത് ഡിസേബിൾഡ് ആയിട്ടും നോൺ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഈ ഡിസേബിൾഡ് ആയ കുട്ടികൾ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, അവർക്ക് വേണ്ട സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നീഡ്സ് എല്ലാം ഇൻക്ലൂഡഡ് ചെയ്യുന്നുണ്ട്. ദെൻ ദേ ലേണിംഗ് ടുഗദർ ഇൻ മെയിൻ സ്ട്രീം സ്കൂൾസ്, കോളേജസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ്. അപ്പോൾ ഈ പറഞ്ഞ ഡിസേബിൾഡ് ആയ കുട്ടികളും അല്ലാത്തൊരു നോർമൽ വൺസിന് എല്ലാവരും തന്നെ ഒരുമിച്ച് ടുഗദർ ആയിട്ട് ഒരു മെയിൻ സ്ട്രീമിൽ അല്ലെങ്കിൽ മെയിൻ സ്ട്രീം സ്കൂൾസിൽ അല്ലെങ്കിൽ കോളേജസിലോ യൂണിവേഴ്സിറ്റീസിലോ എല്ലാം തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയാലോ? അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ പറയുമ്പോൾ ഒന്നും കൂടി തറവാകും കേട്ടോ. അപ്പോൾ നോക്കാം. ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വാസ് അഡോപ്റ്റഡ് അറ്റ് ദി വേൾഡ് കോൺഫറൻസ് ഓൺ സ്പെഷ്യൽ നീഡ്സ് എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മുടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ പ്രിൻസിപ്പിൾസ് എല്ലാം അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് വേൾഡ് കോൺഫറൻസ് ഓൺ സ്പെഷ്യൽ നീഡ്സ് എഡ്യൂക്കേഷനിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് അറിയണം അല്ലേ? നമുക്ക് പഠിക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. നോ ഡിസ്ക്രിമിനേഷൻ വിത്ത് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മളിപ്പോൾ അവരുടെ കുട്ടികൾ എന്തില്ല, വേർതിരിവൊന്നുമില്ല, ഇവിടെ എല്ലാ കുട്ടികളും ഉൾപ്പെടുന്നതാണ്. സോ ഇവിടെ എന്തില്ല, ഡിസ്ക്രിമിനേഷനൊന്നും ഇല്ല. ഈക്വൽ ഓപ്പർച്യൂണിറ്റി, എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി ടു ആൾ, എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി പറയുന്നുണ്ട്. ദെൻ സ്കൂൾ അഡാപ്റ്റ് ടു ദി നീഡ് ഓഫ് സ്റ്റുഡൻസ്. അപ്പോൾ കുട്ടികളുടെ നീഡിന് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമ്മൾ പറഞ്ഞു ഇവിടെ ഡിസേബിൾഡ് ആയിട്ട് അല്ലെങ്കിൽ ലേണിംഗ് ഡിഫിക്കൽട്ടി ഉള്ള കുട്ടികളൊക്കെ ഉണ്ട്. സോ അവർക്ക് അവരുടെ നീഡിന് അനുസരിച്ചിട്ടാണ് ആ സ്കൂൾ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനത്തുള്ള എൻവയോൺമെൻറ്റ് ആണ് നമ്മുടെ ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഈക്വൽ എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ്സ് ഫോർ ഓൾ സ്റ്റുഡൻസ്. എല്ലാ കുട്ടികൾക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ
എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ്സ് ആണ് ഇവിടെ വരുന്നത്. ദ സ്റ്റുഡൻസ് വ്യൂസ് ആർ ലിസൺ ടു ആൻഡ് ടേക്കൺ സീരിയസ്ലി. അപ്പോൾ കുട്ടികളിലെ നല്ല രീതിയിൽ അവരുടെ കാപ്പബിലിറ്റീസ് ആയിക്കോട്ടെ, അവർക്ക് വേണ്ട ബേസിക് സ്കിൽസ് ആയിക്കോട്ടെ, അവർക്ക് ഈവൻ അവർ ഡിസേബിൾഡ് ആയ കുട്ടികളാണെങ്കിൽ ഇപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ദെൻ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ബിറ്റ്വീൻ സ്റ്റുഡൻസ് ആർ എ സോഴ്സസ് ഓഫ് റിച്ച്നെസ് ആൻഡ് ഡൈവേഴ്സിറ്റി. അപ്പോൾ നമുക്കറിയാം ഓരോരോ കുട്ടികളും യൂണീക്കാണ്, ഓരോരോ വ്യക്തികൾക്കും ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടാകും. സോ അതെല്ലാം കണക്കാക്കുന്നത് എങ്ങനെയാണ്? ഒരു സോഴ്സ് ഓഫ് റിച്ച്നെസ് അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി എന്ന രീതിയിലാണ് കണക്കാക്കുന്നത്, അല്ലാതെ അത് നോർമലാണ് അല്ലേ, അതൊരു വലിയൊരു പ്രോബ്ലം ആയിട്ടല്ല കണക്കാക്കുന്നത്. സോ അവിടെ എല്ലാവരെയും ഇവിടെ വെൽക്കം ചെയ്യുന്നുണ്ട്, വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ ഇവിടെ എല്ലാ കുട്ടികളെയും വെൽക്കം ചെയ്യുന്നുണ്ട്. അത് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർ ഡിസേബിൾഡ് ആയിക്കോട്ടെ, എന്തുതന്നെ ആയിക്കോട്ടെ, അതൊന്നും ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ എല്ലാ കുട്ടികളെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുക, ഈക്വലായിട്ടുള്ള എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നതൊക്കെയാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾസ് ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒന്നും കൂടി ഒന്ന് സമ്മപ്പ് ചെയ്ത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ചും കൂടി ഷോർട്ട് ചെയ്ത് പറയാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ മെയിനായിട്ട് വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ഓൺലി ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ, ഇറ്റ് വെൽക്കംസ് ഓൾ സ്റ്റുഡൻസ്, ട്രീറ്റ് ഓൾ ഈക്വലി. അപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അത് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമല്ല, പിന്നെ എന്താണ് അവിടെ എല്ലാ കുട്ടികളും വരില്ല. ഇറ്റ് വെൽക്കംസ് ഓൾ സ്റ്റുഡൻസ്, എല്ലാവരും ഈക്വൽ ആയിട്ടാണ് അവിടെ ട്രീറ്റ് ചെയ്യുന്നത്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഈസ് ഒപ്പോസിഷൻ ഓഫ് സെഗ്രിഗേഷൻ. ഈ സെഗ്രിഗേഷൻ എന്ന് പറയുന്ന വാക്ക് പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്തില്ല, ഇവിടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ കുട്ടികൾ എന്ത് ചെയ്യുന്നില്ല, ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നില്ലല്ലോ. സോ ഇവിടെ സെഗ്രിഗേഷൻ മീൻസ് സെപ്പറേഷൻ അല്ലെങ്കിൽ വേർതിരിവ് എന്നാണ് മീനിങ് വരുന്നത്. ഇവിടെ എന്തില്ല, പ്രത്യേകിച്ച് വേർതിരിവൊന്നും ഇവിടെ ഇല്ല കേട്ടോ, നോ സെഗ്രിഗേഷൻ ആണ് വരുന്നത്. ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ സ്റ്റുഡൻസ്, എല്ലാ കുട്ടികൾക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഓഫ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. ദെൻ പ്രൊവൈഡ് ചെയ്യുക ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. ദെൻ ക്രിയേറ്റ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്. അപ്പോൾ നമ്മൾ കുട്ടികളെ വേറെ ഡിസേബിൾഡ് ആയി അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ലേണിംഗ് ഡിഫിക്കൽട്ടി ഉണ്ടെന്ന് വെച്ചാൽ അവർ നമ്മൾ മാറ്റി നിർത്തുന്നില്ല, അവർ ഒരു കുടക്കീഴിൽ ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത്. സോ അവർ തമ്മിൽ ഒരു കോപ്പറേഷൻ ഉണ്ടാകും. സോ എ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ വരുന്നത്. അപ്പോൾ നമുക്കൊരു ചോദ്യം ചെയ്ത് നമ്മളിങ്ങനെ ഈ ഒരു സെഷൻ പഠിച്ച് പോകുന്നതിന് ഇടയ്ക്ക് തന്നെ കുറച്ച് ടോപ്പിക്ക് പഠിക്കും, ഒന്ന് രണ്ട് കാര്യം പഠിപ്പിക്കും, ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടാണ് ഈ ഒരു സെഷൻ മുന്നോട്ട് പോകുക കേട്ടോ. അപ്പോൾ നോക്കാം. ആൻഡ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഈസ് ദാറ്റ് വേർ ദർ ഇസ് ആൻ ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ഇൻ സോൾവിങ് ആസ് മെനി പ്രോബ്ലംസ് ആസ് പോസിബിൾ. ഓപ്ഷൻ ബി എന്ന് വായിക്കട്ടെ, ബൈ അല്ല ബി ആണ് കേട്ടോ. ബി, ടീച്ചേഴ്സ് ക്രിയേറ്റ് എ ഡൈവേഴ്സ് മീനിങ് teaching experiences for every learner. Then assessment are repeated till the time every learner achieves minimum grades. Teachers teaches from only prescribed books to lessen the burden of students. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? നിങ്ങൾക്കത് ഓപ്ഷൻ ബി വായിക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ടീച്ചേഴ്സ് ക്രിയേറ്റ് ഡൈവേഴ്സ് ആൻഡ് മീനിങ് ഫുൾ ടീച്ചിങ് എക്സ്പീരിയൻസ് ഫോർ എവറി ലേണേഴ്സ്. എല്ലാ ലേണേഴ്സിനും മീനിങ് ഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ക്രിയേറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലേണിംഗ് പ്രൊവൈഡ് ചെയ്യുകയാണ് നമ്മുടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന് വരുന്നത്. ശരിയല്ല, ബാക്കി നിങ്ങൾക്ക് നോക്കേണ്ട കാര്യമല്ല. മിനിമം ഗ്രേഡ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ കുട്ടികളുടെ ടെക്സ്റ്റിലുള്ള കാര്യം മാത്രം ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുക, അങ്ങനെ രീതിക്കൊന്നും അല്ല വരുന്നത് അല്ലേ. ടു ലോവർ ദി ബർഡൻ ഓഫ് സ്റ്റുഡൻസ് എന്ന് മാറ്റുക കേട്ടോ, അത് കാര്യമില്ല. അപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് കേട്ടോ. അപ്പോൾ നമുക്കിനി പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻക്ലൂഷൻ ഓഫ് ഡിസേബിൾഡ് ചിൽഡ്രൻ ഇൻ സ്കൂൾസ്. അപ്പോൾ ഡിസേബിൾഡ് ചിൽഡ്രൻസ് ഇൻ സ്കൂൾസ് ഡിസേബിൾഡ് കുട്ടികൾ വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ഫോളോ ചെയ്യുന്ന കുറച്ച് പ്രിൻസിപ്പിളാണ് പറയുന്നത്. ആദ്യം തന്നെ സീറോ റിജക്ഷൻ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടേമാണ്, കാരണം നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നേരം കുറേ പേര് വിട്ട് കളഞ്ഞൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ സീറോ റിജക്ഷൻ പോളിസി ഈസ് കണക്റ്റഡ് വിത്ത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഇൻറ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ, ഓൾ ദ എബോ. അപ്പോൾ സീറോ റിജക്ഷൻ പോളിസി എന്ന് പറയുന്നത് നമ്മുടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ആ പേരിൽ തന്നെ ഉണ്ട് സീറോ റിജക്റ്റ്. അപ്പോൾ ആരും റിജക്റ്റ് ചെയ്യുന്നില്ല അല്ലേ. ദാറ്റ് മീൻസ് അവിടെ എന്താണ്, സീറോ റിജക്റ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ദാറ്റ് നോ സ്റ്റുഡൻറ്റ് വിത്ത് എ ഡിസബിലിറ്റി ക്യാൻ ബി ഡിനൈഡ് എ ഫ്രീ അപ്രോപ്രിയേറ്റ് പബ്ലിക് എഡ്യൂക്കേഷൻ. അപ്പോൾ നമുക്കറിയാം കുട്ടികളുടെ റൈറ്റാണ് അല്ല അവർക്ക് പബ്ലിക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവർക്കുള്ള എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അവരുടെ റൈറ്റാണ്. സോ ഡിസബിലിറ്റിയുടെ പേരിൽ ഒരു കുട്ടിക്കും അവർക്ക് കിട്ടേണ്ട റൈറ്റ് ടു എഡ്യൂക്കേഷൻ അല്ല അത് അവർക്ക് നിഷേധിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അത് ശരിയാണല്ലോ അല്ലേ. അപ്പോൾ സീറോ ഇസ് ദ പ്രിൻസിപ്പിൾ ദാറ്റ് നോ സ്റ്റുഡൻറ്റ് വിത്ത് ഡിസബിലിറ്റി ക്യാൻ ബി ഡിനൈഡ് എ ഫ്രീ അപ്രോപ്രിയേറ്റ് പബ്ലിക് എഡ്യൂക്കേഷൻ. അപ്പോൾ അപ്രോപ്രിയേറ്റ് ആയിട്ടല്ല അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പബ്ലിക് എഡ്യൂക്കേഷൻ ഡിസബിലിറ്റിയുടെ പേരിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. ദ സീറോ റിജക്ട് പ്രിൻസിപ്പിൾ എൻഷ്യൂർസ്
all children receive a free and appropriate public education no matter how severe their disability. അപ്പോൾ അവർ ഡിസബിലിറ്റി എത്രമാത്രം ആയിക്കോട്ടെ, പക്ഷേ എന്ത് ചെയ്യണം, ഈ ഒരു സീറോ റിജക്ട് പ്രിൻസിപ്പിൾ ഉറപ്പ് വരുന്നത് എല്ലാ കുട്ടികൾക്കും ഫ്രീ ആൻഡ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പബ്ലിക് എഡ്യൂക്കേഷൻ ആണ് ഇവിടെ ഉറപ്പ് വരുത്തുന്നത്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആയല്ലോ. അപ്പോൾ സീറോ റിജക്ഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട് ഇത്രയും പോയിന്റ്സ് മതിയല്ലോ. ഇനി ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ചിൽഡ്രൻസുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. ജസ്റ്റ് നമുക്ക് വായിച്ചു പോകാം. ഓൾ ദി ഡിസേബിൾഡ് ചിൽഡ്രൻ ഹാവ് ദ ഈക്വൽ റൈറ്റ് ടു ലേൺ ആൻഡ് ബെനിഫിറ്റ് ഫ്രം എഡ്യൂക്കേഷൻ ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. നമുക്കറിയാം എല്ലാ കുട്ടികൾക്കും എന്തുണ്ട്, റൈറ്റ് ടു ലേൺ, ഇല്ല, ലേൺ ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള അവകാശമുണ്ട്, ഇല്ല, എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള അവകാശമുണ്ട്. അപ്പോൾ ഈ ഡിസബിലിറ്റിയുടെ പേരിൽ ആർക്കും നിഷേധിക്കാൻ പറ്റില്ല നമ്മൾ പറഞ്ഞു. സോ എല്ലാ കുട്ടികൾക്കും എന്താണ്, ആ ഡിസേബിൾഡ് ആയ ചിൽഡ്രൻസിനും എന്തുണ്ട്, ദേ ഹാവ് ദ ഈക്വൽ റൈറ്റ് ടു ലേൺ, അല്ലേ, അവർക്കും ഈക്വൽ ആയിട്ടുള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷനുള്ള ബെനിഫിറ്റ്സ് ആസ്വദിക്കാൻ അവർക്ക് റൈറ്റ് ഉണ്ട്. അതുപോലെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യാൻ എല്ലാവർക്കുള്ള റൈറ്റ്സ് ആണ് അവിടെ ഉറപ്പ് വരുത്തുന്നത്. ഇറ്റ് ഈസ് ദ സ്കൂൾ വിച്ച് ഹാസ് ടു അഡ്ജസ്റ്റ് അക്കോർഡിംഗ് ടു ദ നീഡ്സ് ആൻഡ് റിക്വയർമെൻറ്റ്സ് ഓഫ് ദ ഡിസേബിൾഡ് ചിൽഡ്രൻ. അപ്പോൾ സ്കൂൾ എന്ത് ചെയ്യണം, ഈ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ ഉൾക്കൊള്ളിക്കുന്ന സമയത്ത് അവരുടെ നീഡ്സിനും റിക്വയർമെൻറ്റ്സിനും അനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യണം, അല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടി റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ അവർക്ക് വേണ്ട സംഭവങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് വെക്കണം, അല്ലേ. ടു പ്രൊവൈഡ് ഫോർ ദ ട്രെയിനിങ് ഓഫ് റെഗുലർ ടീച്ചേഴ്സ്. അപ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യണം. ദെൻ ടു പ്രൊവൈഡ് ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് സൂട്ടബിൾ അക്കോർഡിംഗ്ലി ടു ദെയർ എബിലിറ്റീസ് അറ്റ് ഹയർ ആൻഡ് സീനിയർ സെക്കൻഡറി ലെവൽ. അപ്പോൾ അവർക്ക് വൊക്കേഷണൽ ട്രെയിനിങ്സ് പ്രൊവൈഡ്, ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വൊക്കേഷണൽ ട്രെയിനിങ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യണം അക്കോർഡിംഗ് ടു ദെയർ എബിലിറ്റീസ്. അവർക്ക് ഹയർ സെക്കൻഡറി ലെവലാണ്, ആ ലെവലിനനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു എബിലിറ്റീസിന് അനുസരിച്ചിട്ടുള്ള, ഈവൻ സീനിയർ സെക്കൻഡറി ലെവലായിക്കോട്ടെ ഹയർ സെക്കൻഡറി ലെവലായിക്കോട്ടെ, അപ്പോൾ അവരുടെ എബിലിറ്റീസിന് അനുസരിച്ചിട്ട് അവർ എന്ത് ചെയ്യണം, വൊക്കേഷണൽ ട്രെയിനിങ്സ് എല്ലാം അവർക്ക് ഡിസേബിൾഡ് കുട്ടികൾക്കും പ്രൊവൈഡ് ചെയ്യണം പറയുന്നുണ്ട്. ടു പ്രൊമോട്ട് അവയർനെസ് ആൻഡ് റിയലൈസേഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി ഫോർ ദ എഡ്യൂക്കേഷൻ ഓഫ് ദി ഡിസേബിൾഡ് ചിൽഡ്രൻസ്. അപ്പോൾ ഡിസേബിൾഡ് ചിൽഡ്രൻസുമായി ബന്ധപ്പെട്ട് അവർക്കും സമൂഹത്ത് ഈ ഒരു കുട്ടികൾക്ക് അവർക്ക് എഡ്യൂക്കേഷൻ വേണം എന്നുള്ള സംഭവങ്ങളൊക്കെ റിയലൈസ് ചെയ്യാനുള്ള അങ്ങനെ ഒരു അവയർനെസ് എല്ലാം പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ജസ്റ്റ് ഇത്രയും കൂടുതൽ പോയിന്റ്സ് പറഞ്ഞത് നിങ്ങളുടെ മനസ്സിൽ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൂടുതൽ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ തലക്കകത്ത് കാണപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ ക്ലിക്ക് ആവും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് എക്സ്ട്രാ കൂടുതൽ ഇത്രയും പോയിന്റ്സ് പറയുന്നത്. ഇനി നോക്കാം നമുക്ക് എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ എയിംസും അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നോക്കാം, എഡ്യൂക്കേഷൻ ഫോർ ഓൾ, നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെ കേട്ടോ, എല്ലാവർക്കും എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ്, ദെൻ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സ്കിൽസ്. അപ്പോൾ നമ്മൾ അവരുടെ ഓരോ ക്യാപ്പബിലിറ്റീസ് അല്ലെങ്കിൽ അവർ എന്താണാവോ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഓരോന്ന് പ്ലാൻ ചെയ്യാൻ അവർക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യും. സോ അവർ സ്കിൽസൊക്കെ എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യണം, അല്ലേ, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സ്കിൽസ്. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ കോൺഷ്യസ്നസ് ടു പ്രിപ്പയർ ഫോർ ന്യൂ ചലഞ്ചസ്, ഡെവലപ്മെൻറ്റ് ഓഫ് ബ്രദർഹുഡ് ടു ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ എല്ലാവരും തന്നെ ഒരു ബിലോങ്ങിങ്സ് അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നിർത്തുന്നത് കൊണ്ട് പരസ്പരം ഒരു കോപ്പറേഷൻ, നല്ല നല്ല പുതിയ ചാലഞ്ചസ് ഒക്കെ ഏറ്റെടുക്കാൻ അവർ പ്രിപ്പയർ ആക്കുക, എന്തെങ്കിലും രീതിയിലുള്ള സംഭവങ്ങളെല്ലാം ആണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സും എയിംസിലൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്, ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ കോൺഷ്യസ്നസ് ഈസ് വൺ ഓഫ് ദി എയിംസ് ഓഫ്, ഏതിൻ്റെയാണ് നമുക്ക് അറിയാമല്ലോ, ഓപ്ഷൻ എ ആണ്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ എയിമാണ്. ഇനി അടുത്തത് ടീച്ചിങ് സ്ട്രാറ്റജീസ് ഇൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ സെറ്റപ്പിൽ എല്ലാവരും ഉണ്ട്. സോ എല്ലാ ടൈപ്പ് സ്ട്രാറ്റജീസും നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും, അല്ലേ. അപ്പോൾ അത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, കോപ്പറേറ്റീവ് ലേണിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, പിയർ ട്യൂട്ടറിങ് ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്, ദെൻ മൾട്ടി സെൻസറി ടീച്ചിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, അല്ലേ. കാരണം ഒത്തിരി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളാകുന്ന സമയത്ത് എന്താണോ അവർ ഡിസേബിൾഡ് അത് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ടീച്ചിങ് മെത്തഡോളജീസ് എല്ലാം ഇമ്പോർട്ടൻസ് അവിടെ ഫോളോ ചെയ്യണം. സോ മൾട്ടി സെൻസറി ടീച്ചിങ്ങിനും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കോപ്പറേറ്റീവ് ലേണിംഗ്, പിയർ ട്യൂട്ടറിങ്, മൾട്ടി സെൻസറി അപ്രോച്ചസ് അല്ലെങ്കിൽ മൾട്ടി സെൻസറി ടീച്ചിങ് എല്ലാം വരും. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചാണ് കേട്ടോ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ട്രാറ്റജീസ് ഈസ് മോസ്റ്റ് സൂട്ടബിൾ ഫോർ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഏറ്റവും സൂട്ടബിൾ ആയിട്ട് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസിൽ മൾട്ടി സെൻസറി ടീച്ചിങ് ഉണ്ട്, പിയർ ട്യൂട്ടറിങ് ഉണ്ട്, കോപ്പറേറ്റീവ് ലേണിംഗ് ഉണ്ട്, ഓപ്ഷൻ ഡി ഓൾ ദ എബോവ് ഉണ്ട്. അപ്പോൾ ആൻസർ വന്നത് ഈ പറഞ്ഞ മൂന്നും നമുക്ക് ഇതിൽ മെയിനായിട്ട് പറയാൻ പറ്റുന്നൊരു സംഭവം തന്നെയാണ്. സോ ആൻസർ ഓപ്ഷൻ ഡി കേട്ടോ, ഓൾ ദ എബോവ് ആണ്. ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, നമ്മൾ ഫാദർ ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നിന്നാണ് തുടങ്ങിയത്, അല്ലേ. ഒവേ ഡെക്രോളിൽ തുടങ്ങി നമ്മൾ എന്താണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കൺസെപ്റ്റ് പറഞ്ഞു, എയിംസ് പറഞ്ഞു, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു, ദെൻ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു, ദെൻ സീറോ റിജക്ഷൻ പോളിസി പറഞ്ഞു, ദെൻ ഈ പറഞ്ഞ പോലെ എയിംസും ഒബ്ജക്റ്റീവ്സും എല്ലാം പറഞ്ഞു, അല്ലേ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ നോക്കി, ദെൻ ടീച്ചിങ് സ്ട്രാറ്റജീസും പറഞ്ഞു. ക്ലിയർ ആയല്ലോ, അല്ലേ. അപ്പോൾ ഇത്രയെങ്കിലും നിങ്ങൾ പഠിച്ചു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഒരു ടോപ്പിക്ക്.
അപ്പോൾ നമുക്ക് ആപ്റ്റ്യൂഡ് ലെവലൊക്കെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ എങ്ങനെയെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. കൺസെപ്റ്റ് അറിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കിനി അടുത്ത ടോപ്പിക് എന്താണ് പഠിക്കാൻ പോകുന്നത്? NCF 2005 ആണ് കേട്ടോ. അപ്പോൾ NCFുമായി ബന്ധപ്പെട്ടും ആപ്റ്റിറ്റ്യൂഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് പഠിച്ചു പോകാം. സിമ്പിളാണ് കേട്ടോ. അപ്പോൾ NCFൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ള നമുക്ക് ആദ്യം അത് നോക്കാം കേട്ടോ. അപ്പോൾ നോക്കൂ, സ്ട്രെങ്തനിങ് നാഷണൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ നാഷണൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനെ സ്ട്രെങ്തനിങ് ചെയ്യുക എന്ന് പറഞ്ഞ് ഇതിന് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫോക്കൽ ഏരിയ ആണ്. ടു റെഡ്യൂസ് ദ ബേർഡൻ ഓഫ് ചിൽഡ്രൻ, കുട്ടികളുടെ ആ ഒരു ബേർഡൻ കുറയ്ക്കുക. കരിക്കുലം ആസ് പെർ ദി കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ്. അപ്പോൾ ഈ പോയിൻ്റൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എക്സാമിന് പോയിൻ്റൊക്കെ വന്ന പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഞാൻ ഒരുപാട് വലിച്ച് വാരി പറയാതെ മെയിനായിട്ടുള്ള പോയിൻറ്റ്സിൽ മാത്രമാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട മെയിൻ പോയിൻറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഫോർ ഓൾ, ദെൻ കൺസ്ട്രക്റ്റിവിസം. അപ്പോൾ NCF സ്ട്രെസ് ചെയ്യുന്നത് ഏതിലാണ്? കൺസ്ട്രക്റ്റിവിസത്തിലാണ്. ദാറ്റ് മീൻസ് കുട്ടികളുടെ അവിടെ റോട്ട് ലേണിങ്ങും ടെക്സ്റ്റ് ബുക്ക് സെൻട്രിക് ആയിട്ട് ലേണിംഗ് ഒന്നും ഇവിടെ പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ലേണിംഗ് ബൈ ഡൂയിങ് മെത്തേഡാണ് പറയുന്നത്. ലേണിംഗ് ബൈ ഡൂയിങ് മെത്തേഡ് ത്രൂ ലേണിംഗ് ത്രൂ ആക്ടിവിറ്റീസ് ഉള്ള കാര്യത്തിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ലേണിംഗ് എന്ന് പറയുമ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്ക് സെൻറ്റേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടീച്ചേഴ്സ് സെൻറ്റേർഡ് ആയിട്ടോ ഒന്നും പറയുന്നത്. പകരം എങ്ങനെയാണ്? ലേണിംഗ് ബൈ ഡൂയിങ് ആണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ലേണിംഗ് ത്രൂ ആക്ടിവിറ്റീസ് ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. റിയൽ ലൈഫ് എക്സ്പീരിയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കുട്ടികളുടെ ഓവറോൾ ഡെവലപ്മെൻറ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ദെൻ കരിക്കുലം എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്? NCF ഫ്ലെക്സിബിൾ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ടീച്ചർ റോൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ടീച്ചർ റോൾ എന്ന് പറയുന്നത് അവിടെ ഫെസിലിറ്റേറ്റർ ആണ്. ടീച്ചർ റോൾ എന്താണ്? ഫെസിലിറ്റേറ്റർ ആണ്. അപ്പോൾ കിട്ടിയല്ലോ. അപ്പോൾ NCF എന്ന് പറയുമ്പോൾ കൺസ്ട്രക്റ്റിവിസം ആണ്, ലേണിംഗ് ബൈ ഡൂയിങ്, റിയൽ ലൈഫ് എക്സ്പീരിയൻസിന് പഠിക്കാം, ദെൻ ഓവറോൾ ഡെവലപ്മെൻറ്റ്, ഫ്ലെക്സിബിൾ കരിക്കുലം, ടീച്ചർ ആസ് ഫെസിലിറ്റേറ്റർ. ഇത്രയും പോയിന്റ്സ് കിട്ടില്ല. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാലോ? റെഡി അല്ലേ? നോക്കാം. ദ പ്രൈം ഫോക്കസ് ഓഫ് NCF വാസ് ചൈൽഡ് സെൻറ്റേർഡ് ലേണിംഗ് ആൻഡ് ഡാഷ്, ലേണിംഗ് വിത്തൗട്ട് ബർഡൻ, ലേണിംഗ് ത്രൂ പ്ലേ വേ, ലേണിംഗ് ത്രൂ ബിഹേവിയറിസ്റ്റ് അപ്രോച്ച്, ലേണിംഗ് ത്രൂ പിക്ടോറിയൽസ്. നമുക്കറിയാം പ്രൈം ഫോക്കസ് ഓഫ് NCF എന്ന് പറയുമ്പോൾ ചൈൽഡ് സെൻറ്റേർഡ് ലേണിംഗ് കൂടിയാണ്. ദെൻ ലേണിംഗ് എന്താണ്? വിത്തൗട്ട് ബേർഡൻ ആണ്. ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ ആണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി NCFിൻ്റെ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005 5 ഗൈഡ് ലൈൻ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ 5 ഗൈഡ് ലൈൻസ് എന്ന രീതിയിലൊക്കെ പറയുന്ന ഒരു 5 പോയിന്റ് ഉണ്ട്. അതൊന്നും നിങ്ങൾ ഓർത്ത്, ഈ പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കണക്ട് ചെയ്തൊന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ ഈ ഒരു സംഭവം കൂടി പഠിച്ചു വയ്ക്കുക. NCERT ഈസ് ഫോംഡ് ഓൺ ബേസ് ഓഫ് NCF അല്ലേ? അപ്പോൾ NCERT പ്രിപ്പയർ ചെയ്തത് അല്ലെങ്കിൽ NCERT ഈസ് ഫോംഡ് ഓൺ ദി ബേസ് ഓഫ് എന്താണ്? NCFിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ NCERT NCF ആണെങ്കിൽ SCERT എന്തായിരിക്കും? അത് നമുക്ക് പഠിക്കണ്ടേ? അപ്പോൾ SCERT ഉണ്ട്. SCERT ബേസ്ഡ് ഓൺ KCF ആണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഇത് പറയാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അപ്പോൾ നമുക്കിതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ നോക്കൂ, NCERT ഈസ് ഫോംഡ് ഓൺ ദി ബേസിസ് ഓഫ് NCF PYQ ആണ് കേട്ടോ. ദെൻ കണക്ട് നോളജ് ടു ലൈഫ് ഔട്ട്സൈഡ് ദ സ്കൂൾ. അപ്പോൾ നമ്മൾ ഈ സ്കൂളിൻ്റെ ഉള്ളിൽ ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രമല്ല ഔട്ട്സൈഡ് ദ സ്കൂളും എന്തുണ്ട്? നോളേജ് ഉണ്ട്. സോ ഇവിടെ പറയുന്നത് ആ ഒരു ലൈഫുമായിട്ടൊക്കെ നമ്മുടെ നോളേജ് കണക്ട് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ ഫോക്കസ് ചെയ്യുന്നു കേട്ടോ. ദെൻ ഇറ്റ് ഷുഡ് ബി എന്തായിരിക്കും? ലൈഫ് ഓറിയൻറ്റഡ് ആയിരിക്കണം അല്ലേ? ലൈഫ് ഓറിയൻറ്റഡ്, നോളജ് കണക്റ്റഡ് വിത്ത് റിയൽ ലൈഫ് ആയിരിക്കണം. ലേണിംഗ് ഷിഫ്റ്റഡ് ഫ്രം റോട്ട് മെത്തേഡ്. ഇവിടെ എന്തെയില്ല, കാണാപ്പാടം പഠിക്കുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ബുക്കിലുള്ളത് അങ്ങനെ പഠിക്കുക, മെമ്മറൈസ് ചെയ്യുക എന്നുള്ള കാര്യത്തിനൊന്നും ഇവിടെ എന്ത് കൊടുക്കുന്നില്ല? ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ദെൻ കരിക്കുലം ഷുഡ് എയിം ഫോർ ദി ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ, നോട്ട് ടെക്സ്റ്റ് ബുക്ക് സെൻട്രിക്. ഇപ്പോൾ കരിക്കുലം എന്ന് പറയുന്നത് കുട്ടികളുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിനെയാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്, അല്ലാതെ ടെക്സ്റ്റ് ബുക്ക് സെൻട്രിക് അല്ല. നമ്മുടെ എക്സാമിനേഷൻസ് എന്താണ്? കുറച്ച് ഫ്ലെക്സിബിൾ, മെയ്ഡ് എക്സാമിനേഷൻ മോർ ഫ്ലെക്സിബിൾ എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പഠിച്ച സ്ഥിതിക്ക് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ചെയ്ത് നോക്കാം കേട്ടോ. നോക്കാം. അക്കോർഡിംഗ് ടു NCF 2005 ദ റോൾ ഓഫ് എ ടീച്ചർ ഹാസ് ടു ബി, ഇതിൻ്റെ ഓപ്ഷൻസേ വേണ്ട. ദ റോൾ ഓഫ് ദ ടീച്ചർ ആസ് പെർ NCF ഈസ് ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ ഇവിടെ ഫെസിലിറ്റേറ്റീവ്. ഓക്കെ ആണല്ലോ. ഇനി NCF 2005 lays emphasis on learning by doing rote method, solving the problem, all the above. NCF 2005 lays emphasis on എന്താണ്? പറഞ്ഞില്ല, ലേണിംഗ് ബൈ ഡൂയിങ് ആണ്. ഇനി വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഗൈഡിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദി നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005? ഇപ്പോൾ NCF 2005 ഗൈഡിംഗ് പ്രിൻസിപ്പിൾ അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണക്റ്റിംഗ് നോളജ് ടു ലൈഫ് ഔട്ട്സൈഡ് ദ സ്കൂൾ, മേക്കിംഗ് എക്സാമിനേഷൻ മോർ ഫ്ലെക്സിബിൾ ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് ഇൻ ടു ക്ലാസ് റൂം, ലൈഫ് ലേണിംഗ് ഷുഡ് facilitate the rote method, enriching the curriculum to provide for overall development of children rather than textbook centric. ഏതായിരിക്കും?
ഒരു ഡൗട്ടും വേണ്ടല്ല, ഓപ്ഷൻ 3 തന്നെയാണ്. ലേണിംഗ് ഷുഡ് ഫെസിലിറ്റേറ്റ് ദ റോട്ട് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ NCFൻ്റെ ഗൈഡിങ് പ്രിൻസിപ്പിൾ അല്ല. ബാക്കിയെല്ലാം ശരിയാണ്. നമ്മൾ നോളേജ് ഔട്ട് സൈഡായിട്ട് സ്കൂളായിട്ട് കണക്ട് ചെയ്യണം, അതുപോലെ തന്നെ എക്സാമിനേഷൻ ഫ്ലെക്സിബിൾ ആക്കണം, കരിക്കുലം എന്ന് പറയുമ്പോൾ ഓവറോൾ ഡെവലപ്മെൻറ്റിന് ഫോക്കസ് ചെയ്യണം, അല്ലാതെ ടെക്സ്റ്റ് ബുക്ക് സെൻട്രിക് ആവരുത് എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. ഇനി നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് വാസ് ഡെവലപ്ഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ NCFൻ്റെ ഏതാണ് വരിക നമ്മൾ പറഞ്ഞു NCERT ആണ് അല്ലേ. NCERT ഇതാണ്. അപ്പോൾ KCF ആരുടെയാണ്? SCERT. ഇത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. SCERT ഈസ് ബേസ്ഡ് ഓൺ എന്താണ്? KCF കേരള കരിക്കുലം ഫ്രെയിംവർക്ക്, KCF 2007. അപ്പോൾ ഈ KCF 2007 പറയുന്ന കുറച്ച് പോരാ. അപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞാൽ എളുപ്പമാണ് കൊണ്ടാണ് ഒരു സ്ലൈഡ് ഇൻക്ലൂഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ SCERT ബേസ്ഡ് ഓൺ KCF ആണ്. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നു കേട്ടോ. എഡ്യൂക്കേഷൻ ഈസ് കൺസിഡർ ആസ് എ സോഷ്യൽ പ്രോസസ്. ഒരു സോഷ്യൽ പ്രോസസ് ആയിട്ടാണ് എഡ്യൂക്കേഷനെ കണക്കാക്കുന്നത്. കരിക്കുലം സ്ട്രെസ് അപ്പോൺ ആക്ടിവിറ്റി ബേസ്ഡ് പ്രോസസ് ഓർ ലേണിംഗ്. അപ്പോൾ ആക്ടിവിറ്റി ബേസ്ഡ് ലേണിങ്ങിനെയാണ് ഇവിടെ ഒരു കരിക്കുലം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എൻക്വയറി ബേസ്ഡ് ലേണിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ലേണർ ഫ്രണ്ട്ലി അപ്രോച്ചിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. മുമ്പ് പറഞ്ഞ പോലെ ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ലേണർ ആണ് ഇവിടെ എയിം ചെയ്യുന്നത്. അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച 2 ടോപ്പിക്ക് ഏതൊക്കെയായിരുന്നു? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന് മാർക്കില്ലെന്ന് വിശ്വസിക്കുന്നു. ദെൻ നെക്സ്റ്റ് പഠിച്ചതാണ് നമ്മൾ NCF അല്ലേ, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്. അപ്പോൾ 2 കൺസെപ്റ്റും ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്ലിയർ ആയല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഇനി വരും ദിവസം ഇതുപോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് വരുന്ന കുറച്ച് ഭാഗം റിവിഷൻ പോലെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം കമൻസിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ കീപ് വാച്ചിങ്. താങ്ക്